ദ ഫാബുലസ് ഡെസ്നി ഓഫ് ആമേലി പോളിൻ. നാടോടി കഥ പറയുന്നത് പോലെ കണ്ടിരിക്കാം, കഥ നടക്കുന്നത് റിയലിസ്റ്റിക് വേൾഡിലല്ല. കഥയിൽ രണ്ട് മെയിൻ കഥാപാത്രങ്ങൾ, അമേലിയും നരേറ്ററും. പൊതുവെ അധികം സംസാരിക്കാത്ത അമേലിക്ക് വേണ്ടി സംസാരിക്കുന്നത് നരേറ്ററാണ്. അവളുടെ കഥ നമ്മൾ കാണുകയാണെന്ന് ഓർമ്മിപ്പിക്കാൻ എന്ന വണ്ണം കുസൃതി നിറഞ്ഞ, എപ്പോഴും കൗതുകമുള്ള, പെട്ടെന്ന് ആകർഷിക്കുന്ന കറുത്ത കൃഷ്ണമണിയുള്ള ഉണ്ട കണ്ണും കൊണ്ട് അമേലി ഇടയ്ക്കിടെ നമ്മളെ നോക്കും. ഡോക്ടറായ അച്ഛൻ തെറ്റി ഡയഗ്നോസ് ചെയ്തതുകൊണ്ട് അവളുടെ സോഷ്യൽ ലൈഫ് കൊച്ചിലെ തൊട്ട് റെസ്ട്രിക്റ്റഡ് ആണ്. 18-ാം വയസ്സിൽ വീട് വിട്ട് ഒരു കഫേയിൽ ജോലിക്ക് കയറുന്നു. തൻ്റെ ഇൻട്രോവേർട്ട് ജീവിതം തുടരുന്നതിനിടയിൽ താമസിക്കുന്ന റൂമിൽ നിന്ന് യാദൃച്ഛികമായി ഒരു കളിപ്പാട്ട പെട്ടി കിട്ടുന്നു. പെട്ടി യഥാർത്ഥ ഉടമസ്ഥന് തിരിച്ചു കൊടുക്കാൻ തീരുമാനിക്കുന്നു. പെട്ടി തിരിച്ചു കിട്ടിയ കുട്ടി ഹാപ്പി, അമേലി ഡബിൾ ഹാപ്പി. പിന്നീട് അങ്ങോട്ട് തൻ്റെ ചുറ്റുമുള്ളവർക്ക് സന്തോഷം വാരി വിതറുവാൻ അവൾ ഇറങ്ങി പുറപ്പെടുന്നു. അവസാനം സിംഗിളായ അമേലി പ്രണയത്തിലാവുന്നതോടുകൂടി കഥ തീരുന്നു. ഇതിനേക്കാൾ വിശദീകരിച്ചാൽ ഫ്രഷ്നെസ് കുറയും. ഫ്രഞ്ച് സൊസൈറ്റിയെ അലസമായി പരിഹസിക്കുന്നുണ്ട് കഥയിൽ. പണ്ട് സ്കൂളിൽ പഠിച്ചൊരു കഥയുടെ പേരാണ് ഓർമ്മ വരുന്നത്, പ്രകാശം പരത്തുന്ന പെൺകുട്ടി.